Hello, my dears. Good morning. എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഒക്ടോബർ 27 മുതൽ നവംബർ 1 വരെയുള്ള കറണ്ട് അഫെയർസ് അല്ലേ. ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അടുത്തൊരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അധികം 2 മാസം കൂടിയേ ഉള്ളൂ പുതുവർഷം വരാനായിട്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യ റീഇലക്റ്റഡ് ആസ് വൈസ് ചെയർപേഴ്സൺ ഓഫ് COP10 ബ്യൂറോ അല്ലെങ്കിൽ COP10 ബ്യൂറോ, കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 10th സെഷന്റെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇന്ത്യയെ റീഎലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇന്ത്യയെ റീഎലക്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ടെന്യൂർ, എത്ര നാളത്തേക്കാണ്? 2025 മുതൽ 27 വരെയുള്ള ടൈമിൽ ഇന്ത്യയെ അവന്റെ വൈസ് ചെയർ ആയിട്ട് റീഎലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 10th സെഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്പോർട്സിലേക്ക് ഡോപ്പിങ്ങിന് എഗെയിൻസ്റ്റ്, ഈ ഉത്തേജക യൂസ് ചെയ്യുന്നതിന് അത് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഡോപ്പിങ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൺഫറൻസ് ആണ്. അതിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇന്ത്യയെ റീഎലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ അല്ല, വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇന്ത്യയെ റീഎലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? ഈ ഒരു ബ്യൂറോയുടെ ചെയർ ആരാണടാ? ഇതിന്റെ ചെയർ ആരാണ്? അസർബൈജാൻ. സോ അസർബൈജാൻ ആണ് ഇതിന്റെ ചെയർ വരുന്നത്. ആൻഡ് വൈസ് ചെയർ ആയിട്ട് ഇന്ത്യ റീഎലക്ട് ചെയ്തിട്ടുണ്ട്. റീജിയണൽ കാറ്റഗറി തിരിക്കുമ്പോൾ മറ്റ് വൈസ് ചെയേഴ്സ് ആരൊക്കെയാണ്? ഈ ഒരു സെഷന്റെ വൈസ് ചെയേഴ്സ് ആരൊക്കെയാണ്? മറ്റ് വൈസ് ചെയേഴ്സ് ആരൊക്കെയാണ്? ബ്രസീൽ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ബ്രസീൽ. പിന്നെ ആരാണ് വരുന്നത്? സാംബിയ. ഓക്കെ, സോ ഇന്ത്യയോടൊപ്പമുള്ള മറ്റ് വൈസ് ചെയേഴ്സ്, റീജൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഉള്ള മറ്റ് വൈസ് ചെയേഴ്സ് ആണ് സാംബിയ, ബ്രസീൽ ആൻഡ് സൗദി അറേബ്യ ആൻഡ് ഇന്ത്യ. അപ്പൊ 4 വൈസ് ചെയേഴ്സ് ഉണ്ട്. ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർ ആരാണ്? അസർബൈജാൻ. സോ എന്താണ് ഈ ഒരു COP10 ബ്യൂറോ? എന്താണുള്ളത്? വേൾഡ്സ് ഒൺലി ലീഗലി ബൈൻഡിങ് ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് ടു എലിമിനേറ്റ് ഡോപ്പിംഗ്. സ്പോർട്സിലെ ഈ ഉത്തേജകത്തിനെയൊക്കെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലീഗൽ ഇന്റർനാഷണൽ ഫ്രെയിംവർക്ക് ആണ് ഈ ഒരു COP10 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വൈസ് ചെയർ സ്ഥാനത്തേക്ക് ഇന്ത്യ റീഅപ്പോയിന്റ് ചെയ്തു. ചെയർപേഴ്സൺ അസർബൈജാൻ ആണ്. മറ്റ് വൈസ് ചെയേഴ്സ് ആരാണ്? ബ്രസീൽ, സാംബിയ ആൻഡ് സൗദി അറേബ്യ. So 5 Maharashtra beaches earn prestigious blue flag certification. അപ്പോൾ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്താണ് സംഭവം? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ അപ്പം ബീച്ചസിനൊക്കെ അവിടുത്തെ മറൈൻ എക്കോസിസ്റ്റം, അതേപോലെ ഈ ഒരു വാട്ടർ ക്വാളിറ്റി അതൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു റെക്കഗ്നിഷൻ ആണ് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡ്. അപ്പൊ ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസത്തിനെയൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും, ടൂറിസത്തിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ മഹാരാഷ്ട്രയിൽ റീസെന്റ് ആയിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് എത്ര ബീച്ചസിനാണ്? 5 ബീച്ചസിന് റീസെന്റ് ആയിട്ട് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു. അപ്പൊ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഗ്ലോബലി റെക്കഗ്നൈസേഷൻ കിട്ടും അല്ലെ, ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടും. അപ്പൊ എന്തിന്റെയൊക്കെ ഒരു ക്രൈറ്റീരിയഡ് ആണ് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന? അവിടുത്തെ ഒരു മറൈൻ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റിയുടെ ബേസിസിൽ അവിടുത്തെ മാനേജ്മെന്റ് ഇക്കോ ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണോ, അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ടൂറിസം സെക്ടറിന് വളരെ രീതിയിലായിട്ട് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. So Kerala to build its first underwater tunnel connecting Vipin and Fort Kochi. അപ്പോൾ കേരളത്തിലെ വൈപ്പിനും ഫോർട്ട് കൊച്ചിയും കണക്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ കേരളത്തിൽ വരാൻ പോകുകയാണ്. സോ ഫസ്റ്റ് അണ്ടർ വാട്ടർ ടണൽ കേരളത്തിന് വരാൻ പോവുകയാണ്. എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്? വൈപ്പിനും ഫോർട്ട് കൊച്ചിയും കണക്ട് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ വരാൻ പോകുന്നു. അതിൻ്റെ ആ ഒരു പ്രോജക്റ്റിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2672 കോടിയാണ്. ഒരു അണ്ടർ വാട്ടർ ടണലിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഈ അണ്ടർ വാട്ടർ ടണൽ കൊണ്ടുള്ള ഒരു പ്രയോജനം വേണം അല്ലേ. അപ്പൊ കറന്റ്ലി ഏറ്റവും എന്താണ് ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണ് അല്ലേ കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ട്രാവൽ ഏറ്റവും എളുപ്പമാക്കുക, അതാണ് മെയിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. 16 കിലോമീറ്റർ ട്രാവൽ ഈ ഒരു ടണൽ വന്നു കഴിഞ്ഞാൽ അതിനെ ഷോർട്ട് ആക്കിയിട്ട് 3 കിലോമീറ്റർ ആയിട്ട് എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ടണൽ വരുന്നത് അറേബ്യൻ സീയുടെ അണ്ടറിലാണ് ഈ ഒരു ടണൽ വരുന്നത്. സോ കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ അറേബ്യൻ സീയിൽ വരുന്നുണ്ട്, അറേബ്യൻ സീയുടെ അണ്ടറിൽ വരുന്നുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2672 കോടിയാണ്. 16 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഷോർട്ടാക്കി 3 കിലോമീറ്റർ ആക്കി റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എവിടെ കണക്ട് ചെയ്യുന്നു? വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയും കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ വരാൻ പോകുന്നു. So Tuvalu becomes 90th member of International Union for Conservation of Nature അല്ലെങ്കിൽ IUCN-ന്റെ എന്താണ് 90ാമത്തെ മെമ്പർ നേഷൻ ആരാണ്? തുവാലു ആണ് IUCN-ന്റെ 90ാമത്തെ മെമ്പർ നേഷൻ ആയിട്ട് റീസെന്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്. And India and Bhutan hold 14th Border Management and Security Meeting. So എന്താണ് ബോർഡർ മാനേജ്മെന്റ് സെക്യൂരിറ്റി മീറ്റിംഗ്, ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും ബോർഡർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി മീറ്റിംഗ് റീസെന്റ് എവിടെ വെച്ച് നടന്നു? ഭൂട്ടാനിലെ തിംഫുവിൽ വെച്ച് നടന്നു. ആൻഡ് ഇതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് കറന്റ്ലി നടന്നത്? 14th എഡിഷൻ നടന്നു. ഓക്കെ, 14th ബോർഡർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി മീറ്റിംഗ് ഭൂട്ടാനിലെ തിംഫുവിൽ നടന്നു. ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ മാനേജ്മെന്റ് സെക്യൂരിറ്റി മീറ്റിംഗിന്റെ 14th എഡിഷൻ ഭൂട്ടാനിൽ വെച്ച് റീസെന്റ് നടന്നു. So Indian origin historian Sunil Amrut wins 2025 British Academy Book Prize. അപ്പോൾ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ലഭിച്ച ഇന്ത്യൻ ഒറിജിൻ റീസെന്റ് ലഭിച്ച ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വ്യക്തി ആരാണ്? സുനിൽ അമൃതാണ് റീസെന്റ് ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ എന്തിനാണ് ഈ ഒരു പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? ബേണിംഗ് എർത്ത് എന്ന് പറയുന്ന നോൺ ഫിക്ഷൻ ആയിട്ടുള്ള ഒരു എന്താണ് റൈറ്റിംഗിനാണ് ഈ ഒരു ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് ലഭിച്ചത്. IAS officer Tarun Kumar Pithod appointed as full-time member of Air Quality Management Commission. So Air Quality Management Commission ന്റെ ഫുൾ ടൈം മെമ്പർ ആയിട്ട് ആരെ റീസെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? തരുൺ കുമാർ പീത്തോഡിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ ഫുൾ ടൈം മെമ്പർ ആയിട്ട് റീസെന്റ് തരുൺ കുമാർ പീത്തോഡിനെ അപ്പോയിന്റ് ചെയ്തു. Cochin shipyard hands over first anti-submarine warfare shallow watercraft. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻഡിജിനസ്ലി അവിടെ തന്നെ കംപ്ലീറ്റ്ലി നിർമ്മിച്ച ആദ്യത്തെ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ്? പേരെന്താണ് കൊടുത്തിട്ടുള്ളത്? മാഹി. നമ്മുടെ യൂണിയൻ ടെറിട്ടറി പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി എന്ന പേര് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇൻഡിജീനസ്ലി കംപ്ലീറ്റ്ലി അവിടെ തന്നെ നിർമ്മിച്ചെടുത്ത ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ പേരെന്താണ്? മാഹി. Southern Command to conduct Tri Service Exercise Trishul. അപ്പോൾ എക്സസൈസ് തൃശൂൽ എന്താണ്? ഒരു ട്രൈ സർവീസ് എക്സസൈസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു ട്രൈ സർവീസ് എക്സസൈസ് ആണ് എക്സസൈസ് തൃശൂൽ. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? സദേൺ കമാൻഡ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ റീസെന്റ് ആയിട്ട് ദർബാർ മൂവ് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തു അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തു. അപ്പൊ ദർബാർ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും രാജാവിന്റെ സദസ്സ് അല്ലെ. അപ്പൊ പണ്ട് കാലത്ത് ഈ ഒരു ഭരിക്കുന്ന ആ ഒരു സെക്ഷനെ ഫുള്ള് ദർബാറിനകത്താണ് എല്ലാ ഭരണകാര്യങ്ങളും നടക്കുന്നത്. കറന്റ്ലി നമ്മൾ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, സെക്രട്ടേറിയറ്റ് അതെല്ലാം ദർബാർ എന്ന് പറയാം അല്ലെ. പണ്ടത്തെ ദർബാർ, ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ വീണ്ടും ദർബാർ മൂവ് റീഇൻസ്റ്റോർ ചെയ്തു അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്തു. അപ്പൊ ദർബാർ മൂവ് എന്ന് പറഞ്ഞാൽ
ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. എന്താണ്, ജമ്മു ഉണ്ട്, ശ്രീനഗറും ക്യാപിറ്റലാണ്. സമ്മറിൽ ശ്രീനഗർ ആയിരിക്കും ക്യാപിറ്റൽ, ജമ്മുവിൽ വിന്ററിൽ ജമ്മു ആയിരിക്കും ക്യാപിറ്റൽ. അപ്പോൾ ആ ഒരു സിവിയർ ആയിട്ടുള്ള ക്ലൈമറ്റിക് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് എന്താണ് കറണ്ട് ക്യാപിറ്റലിൽ അടുത്ത സീസൺ വരുമ്പോൾ അവിടെ കൊണ്ടിരുന്ന് കാര്യങ്ങളെല്ലാം ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം നോക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവിടുത്തെ ക്യാപിറ്റൽ കംപ്ലീറ്റ് ഓഫീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ അടുത്ത ക്യാപിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ദർബാർ മൂവ് എന്ന് പറയുന്നത്. പണ്ട്, അതായത് 1872 1872 അന്നത്തെ മഹാരാജ ഗുലാബ് സിംഗ്, ആ ടൈമില് മഹാരാജ ഗുലാബ് സിംഗ് ആണ് ഇങ്ങനെ ഒരു മൂവ് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എല്ലാം ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം കൊണ്ടുവന്നു. കഴിഞ്ഞ 2021 ആ ഒരു മൂവ് അല്ലെങ്കിൽ ദർബാർ മൂവ് സസ്പെൻഡ് ചെയ്ത് വെച്ചു. ബൈ ആനുവലി വർഷം 2 പ്രാവശ്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രോസസ്സാണ്. അത്യാവശ്യം നമ്മുടെ ഖജനാവ് കാലിയാവുന്ന ഒരു പ്രോസസ്സാണ്. സോ വർഷം 200 കോടി രൂപ എക്സ്ട്രാ ഇതിനു വേണ്ടി ചെലവാകുന്ന സാഹചര്യത്തിൽ 2023 ദർബാർ മൂവ് സസ്പെൻഡ് ചെയ്തു. അപ്പൊ റീസെന്റ്ലി, അതായത് ഈ വർഷം 2025 വിന്ററിന് അത് വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യുകയാണ്. ദർബാർ മൂവ് വീണ്ടും ജമ്മു ആൻഡ് കാശ്മീരിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നു. UIDA launched a scheme for innovation and technology association with Aadhaar to boost Aadhaar-based information. Sorry, Aadhaar-based innovation. ഒന്നുമില്ല, UIDA പുതിയൊരു ഫ്രെയിം വർക്ക്, പുതിയൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്? എന്താണ്? സ്കീം ഫോർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി അസോസിയേഷൻ വിത്ത് ആധാർ, അല്ലെങ്കിൽ സീത. സോ UIDA ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ സ്കീമാണ് സീത. ആധാർ ഇന്നൊവേഷൻ, ആധാർ ബേസ്ഡ് ഇന്നൊവേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UIDA കൊണ്ടുവന്ന പുതിയ സ്കീമാണ് സീത സ്കീം, അല്ലെങ്കിൽ സ്കീം ഫോർ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി അസോസിയേഷൻ വിത്ത് ആധാർ. So IUCN report finds climate change is the biggest threat to natural world heritage site. അപ്പോൾ നാച്ചുറൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ത്രെറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റിക് കണ്ടീഷൻസ് ആണെന്ന് റീസെന്റ് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? IUCN റീസെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. So Telecommunication Engineering Center signs MOU with IIT Hyderabad. അപ്പോൾ ഇന്ത്യയുടെ ടെലികോം R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ടും ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഏത് IIT-യുമായിട്ടാണ് റീസെന്റ് MOU സൈൻ ചെയ്തത്? ഏത് IIT ആണടാ? IIT ഹൈദരാബാദുമായിട്ട് ഇന്ത്യയുടെ R&D സെക്ടറിന് വേണ്ടിയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് MOU സൈൻ ചെയ്തു. So 11th member of ASEAN നേഷൻസിന്റെ ASEAN അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസ് ആണ്. ASEAN നേഷൻസിന്റെ 11ാമത്തെ മെമ്പർ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? ഈസ്റ്റ് തിമോർ, അല്ലെങ്കിൽ തിമോർ ലെസ്റ്റേ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് തിമോർ, മറ്റൊരു പേരാണ് ഏത്? തിമോർ ലെസ്റ്റേ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് തിമോർ ASEAN നേഷൻസിന്റെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് നേഷൻസിന്റെ 11ാമത്തെ മെമ്പർ ആയിട്ട് ചേർന്നിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു മെമ്പർഷിപ്പ് അവർ അനൗൺസ് ചെയ്തത്? ASEAN സമ്മിറ്റിൽ വെച്ചിട്ട്, റീസെന്റ് ആയിട്ട് നടന്ന ASEAN സമ്മിറ്റിലാണ് ഈ ഒരു അവർ ജോയിൻ ചെയ്ത് ആ ഒരു ഇത് റിലീസ് ചെയ്തത്. അപ്പൊ റീസെന്റ് നടന്ന ASEAN സമ്മിറ്റ് എവിടെയാണ് നടന്നത്? മലേഷ്യയിൽ നടന്നു. മലേഷ്യയിലെ ക്വാലാലംപൂർ, നമ്മൾ KL എന്ന് പറയുന്ന മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ചിട്ട് റീസെന്റ് ASEAN സമ്മിറ്റ്, 47ാമത് ASEAN സമ്മിറ്റ് നടന്നു. അപ്പൊ ആ സമ്മിറ്റിൽ വെച്ചിട്ട് ASEANന്റെ 11ാമത്തെ രാജ്യമായിട്ട് ആര് ജോയിൻ ചെയ്തിട്ടുണ്ട്? ഈസ്റ്റ് തിമോർ, അല്ലെങ്കിൽ തിമോർ ലെസ്റ്റേ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് തിമോർ ASEANന്റെ 11ാമത്തെ രാജ്യമായിട്ട് ജോയിൻ ചെയ്തു. സോ ചൈന CR-450 നമ്മുടെ AK-47 എന്നൊക്കെ പേര് പറയുന്നത് പോലെ CR-450 തോക്കൊന്നുമല്ല, ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ ആണ്, വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ. അപ്പൊ ചൈനയുടെ CR-450
450 ആണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ. ഈ 450 എന്ന പേര് കൊടുത്തത് എന്താണ്? അത് ട്രയൽ റൺ ചെയ്തപ്പോൾ അതിൽ അറ്റൈൻ ചെയ്ത മാക്സിമം സ്പീഡാണ് 450 km/h ആണ് അത് അറ്റൈൻ ചെയ്തിട്ടുള്ള മാക്സിമം സ്പീഡ്. അപ്പോൾ ചൈനയുടെ എന്താണ് ബുള്ളറ്റ് ട്രെയിൻ 2026 കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകും. എൻ്റെ മാക്സിമം സ്പീഡ് ട്രയൽ റണ്ണിൽ അത് അറ്റൈൻ ചെയ്ത മാക്സിമം സ്പീഡ് 450 ആണ്. അപ്പോൾ അത് റെഗുലർലി പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് 400 km/h സ്പീഡിലായിരിക്കും ചൈനയുടെ ബുള്ളറ്റ് ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡ് 400 km/h. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കും ഒരു ബുള്ളറ്റ് ട്രെയിൻ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് അല്ലേ. ഇന്ത്യ സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോവുകയാണ് ഫ്രം ജപ്പാൻ എന്നുള്ള ഫിനാൻഷ്യലി അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻസ് എല്ലാം ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായിട്ടൊരു ബുള്ളറ്റ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എവിടെ കണക്ട് ചെയ്തിട്ടാണ്? മഹാരാഷ്ട്ര ഗുജറാത്തിനെ കണക്ട് ചെയ്തിട്ട് മുംബൈ അഹമ്മദാബാദ് റൂട്ട് കണക്ട് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുകയാണ്. 2029 അത് കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകും. സോ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഇന്ത്യ അവകാശപ്പെടുന്ന സ്പീഡ് എത്രയാണ്? 350 km/h ആണ് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡ്. ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിനിന്റെ എന്താണ് സ്പീഡാണ് 350 km/h. ചൈനയുടേത് 450 ആണ്. ട്രയൽ റണ്ണിൽ അവർ അറ്റൈൻ ചെയ്ത മാക്സിമം സ്പീഡ്, ഒരു പോകുന്ന സ്പീഡ് പറയുന്നത് 400 km/h ആണ് അവർ അവകാശപ്പെടുന്ന സ്പീഡ്. ആൻഡ് നമ്മുടെ ഇന്ത്യ ഏതാണ്? മുംബൈ അഹമ്മദാബാദ് എന്താണ് കോറിഡോർ ആണ് നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ തൽക്കാലം കൊടുത്തിട്ടുള്ള പേരെന്ന് പറയുന്നത് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. ഓക്കെ, മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ ആണ് ഇന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ. എവിടെ കണക്ട് ചെയ്യുന്നുണ്ട്? മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും കണക്ട് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ 2029 കംപ്ലീറ്റ്ലി ഓപ്പറേഷണൽ ആകും. So Aurangabad railway station renamed as Aurangabad railway station. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ എന്താണ് റീനെയിം ചെയ്യുകയാണ്. എന്താണ്? ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. So Uttarakhand to implement automated green tax on incoming vehicles. അപ്പോൾ ഉത്തരാഖണ്ഡ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉള്ള ഒരു ഏരിയ ആണ് ഉത്തരാഖണ്ഡ്. അപ്പം ഒരുപാട് ഹിമാലയൻസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ പൊല്യൂഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടുത്തെ ഇൻകമിങ് വെഹിക്കിൾസ്, അങ്ങോട്ടേക്ക് ആ സ്റ്റേറ്റിലേക്ക് വരുന്ന വെഹിക്കിൾസിന് എന്ത് ചുമത്തുന്നുണ്ട്? ഗ്രീൻ ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഗ്രീൻ ടാക്സ് ഇംപ്ലിമെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. India becomes first non-NATO nation to participate in Spain's Ocean Sky exercise. So Ocean Sky, നാറ്റോയുടെ ഓഷൻ സ്കൈ എക്സസൈസ് എവിടെ നടന്നു? സ്പെയിനിൽ നടന്നു. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നോൺ നാറ്റോ നേഷൻ ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെ, റഷ്യൻ സോവിയറ്റ് യൂണിയനെതിരെയായിട്ട് കൊണ്ടുവന്ന ഒരു വലിയൊരു സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. അപ്പൊ നോൺ നാറ്റോ മെമ്പർ ആയിട്ടുള്ള ഇന്ത്യ റീസെന്റ് അവരുടെ എന്താണ് ഓഷൻ സ്കൈ എക്സസൈസിൽ സ്പെയിനിൽ വെച്ച് നടന്ന ഓഷൻ സ്കൈ എക്സസൈസിൽ ഇന്ത്യ നോൺ നാറ്റോ നേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാരതമാണ്, ഇന്ത്യയാണ്. So INS Sutlej concludes 18th India Mauritius joint hydrographic mission. അപ്പൊ ഇന്ത്യയും മൗറീഷ്യസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹൈഡ്രോഗ്രാഫിക് മിഷൻ, ജോയിന്റ് ഹൈഡ്രോഗ്രാഫിക് മിഷൻ റീസെന്റ്ലി അതിന്റെ 18th എഡിഷൻ മൗറീഷ്യസിൽ വെച്ച് നടന്നു. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ്? INS Sutlej ആണ്. So India Mauritius 18th ഹൈഡ്രോഗ്രാഫിക് മിഷൻ, ജോയിന്റ് ഹൈഡ്രോഗ്രാഫിക് മിഷൻ മൗറീഷ്യസിൽ നടന്നു. ആൻഡ് ഇന്ത്യൻ നേവൽ ഷിപ്പ് ആയിട്ടുള്ള INS Sutlej ആണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. So 855 crore AI joint venture റിലയൻസ് ആരുമായിട്ട് ചേർന്നിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്? റിലയൻസും എന്താണ് നമ്മുടെ ഫേസ്ബുക്കിന്റെയൊക്കെ പേരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റയും കൂടെ ചേർന്നിട്ട് 855 കോടി രൂപയുടെ ഒരു ജോയിന്റ് AI ജോയിന്റ് വെഞ്ചർ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ആരൊക്കെ ചേർന്നിട്ടാണ്? റിലയൻസും
മെറ്റയും FBയുടെ ഫേസ്ബുക്കിന്റെ ജോയിന്റ് പേരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റയും കൂടെ ചേർന്നിട്ട് 855 കോടി രൂപയുടെ ഒരു AI ജോയിന്റ് വെഞ്ചർ കൊണ്ടുവരാൻ പോകുന്ന. അപ്പോൾ അതിൽ മാക്സിമം ഷെയർ നമ്മുടെ റിലയൻസ് എന്താണ് 70:30 എന്നുള്ള രീതിയിൽ AI ജോയിന്റ് വെഞ്ചർ റിലയൻസ് മെറ്റയും കൂടെ ചേർന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിന് അലോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉള്ള തുക എമൗണ്ട് എന്ന് പറയുന്നത് 855 കോടി. വേൾഡ് ബാങ്ക് അപ്രൂവ്സ് $280 million ലോൺ ഫോർ കേരള ഹെൽത്ത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം കേരളത്തിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് ഹെൽത്ത് സെക്ടറിൽ റീസെന്റ് എത്ര രൂപയുടെ ലോൺ അനുവദിച്ചിട്ടുണ്ട്? എത്ര രൂപയുടെയാണ്? $280 million ലോൺ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ വേൾഡ് ബാങ്ക് റീസെന്റ്ലി നമ്മുടെ കേരളത്തിന്റെ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയിട്ട് എത്ര രൂപയുടെ ലോൺ ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്? $280 million ലോൺ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി റിലീസസ് 55 lakh to റെഡ് സാൻഡേഴ്സ് ഫാമേഴ്സ്. അപ്പൊ തമിഴ്നാട്ടിലെ രക്തചന്ദന കർഷകർക്ക് വേണ്ടിയിട്ട് 55 ലക്ഷം രൂപ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആരാണ്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി തമിഴ്നാട്ടിലെ റെഡ് സാൻഡേഴ്സ് കർഷകർക്ക് വേണ്ടിയിട്ട് 55 lakh റിലീസ് ചെയ്തിട്ടുണ്ട്. സോ എയ്ത്ത് സെൻട്രൽ പേ കമ്മീഷൻ നമ്മൾ അതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നമ്മുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ പേ കമ്മീഷൻ അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി അതുപോലെ പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു അതിന്റെ എല്ലാം ഇൻചാർജ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ ഒരു സെൻട്രൽ പേ കമ്മീഷൻ. അപ്പൊ അതിന്റെ എയ്ത്ത് സെൻട്രൽ പേ കമ്മീഷൻ നമ്മുടെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു കമ്മീഷനിൽ മൊത്തം 3 മെമ്പേഴ്സ് ആണുള്ളത്. ഒരു ചെയർപേഴ്സൺ ഉണ്ട്, ഒരു പാർട്ട് ടൈം മെമ്പർ ഉണ്ട്, ഒരു ഫുൾ ടൈം സെക്രട്ടറി ഉണ്ട്. സോ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എയ്ത്ത് പേ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് രഞ്ജന ദേശായി ആണ് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത എയ്ത്ത് സെൻട്രൽ പേ കമ്മീഷന്റെ ആരാണ്? ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. സോ 3 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. എയ്ത്ത് പേ കമ്മീഷൻ, സെൻട്രൽ പേ കമ്മീഷൻ രൂപീകരിച്ചു. 8ാമത് ഓരോ 10 വർഷം കൂടുമ്പോഴാണ് നമുക്ക് ഓരോ കമ്മീഷൻസ് വരുന്നത്, സെൻട്രൽ ഈ CPC വരുന്നത്. അപ്പൊ ഇപ്പൊ 8ാമത്തെ കമ്മീഷൻ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ അടുത്ത വർഷം ജാനുവരിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് രഞ്ജന ദേശായിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. So cabinet approves nutrient based subsidy NBS subsidy rate റാബി ക്രോപ്സിന്റെ NBS സബ്സിഡി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. റാബി സീസണിന്റെ NBS സബ്സിഡി ഏതൊക്കെ ഫെർട്ടിലൈസേഴ്സിനാണ്? പൊട്ടാസ്റ്റിക് ആൻഡ് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സിന് ക്യാബിനറ്റിന്റെ NBS അല്ലെങ്കിൽ ന്യൂട്രിയന്റ് ബേസ്ഡ് സബ്സിഡി ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. റാബി സീസണിന്റെ NBS സബ്സിഡി ഈ 2 ഫെർട്ടിലൈസേഴ്സിനുള്ളത് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. സോ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനകത്തെ ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ മാനസ്, സുന്ദർബൻ. അപ്പൊ ഇതിനെല്ലാം എയിലിംഗ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന ലിസ്റ്റിലേക്ക് നമ്മുടെ IUCN നമ്മുടെ രാജ്യത്തെ വെസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ മാനസ് നാഷണൽ പാർക്ക്, സുന്ദർബൻ നാഷണൽ പാർക്ക്, അപ്പൊ ഇതിനെ 3നെയും എയിലിംഗ് അല്ലെങ്കിൽ ആ മോശം സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളുടെ ലിസ്റ്റിൽ ഇതിനെ 3നെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയായിരുന്നു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ ടൂറിസവും മറ്റു പല കാരണങ്ങളാൽ എയിലിംഗ് വേൾഡ് ഹെറിറ്റേജ് ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മുടെ രാജ്യത്തെ 3 ഹെറിറ്റേജ് സൈറ്റുകൾ IUCN ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, പിന്നെ ആസാമിലെ മാനസ് നാഷണൽ പാർക്ക്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്, മാൻഗ്രോവിനും ബംഗാൾ കടുവയ്ക്കും ഒക്കെ പേര് കേട്ട വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ്. അപ്പൊ ഇത് 3ഉം IUCNന്റെ എയിലിംഗ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക്
IUCN ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. So Indian Space Research Organization അല്ലെങ്കിൽ ISRO gears up to launch CMS-3 satellite. അപ്പോൾ CMS-3 സാറ്റലൈറ്റ് ഇന്ത്യയുടെ ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇന്ത്യ ലോഞ്ച് ചെയ്യാനായിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയിലെ ഹെവിയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, ഒരു മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നൽകിയിട്ടുള്ള പേര് എന്താണ്? CMS-3 satellite, India's heaviest communication satellite. So President Murmu becomes first president to fly in a Rafale jet. അപ്പോൾ റാഫേൽ ജെറ്റിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഏതാണ്? നമ്മുടെ കറണ്ട് പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു. അപ്പോ ഈ ഒരു യാത്രയോട് കൂടി 2 ഫൈറ്റർ ജെറ്റുകളിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. ഇതിനു മുൻപ് 2023 സുഖോയ്, നമ്മുടെ ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള സുഖോയ് MKI, സുഖോയ് 30 MKI അല്ലെ, അപ്പൊ അതില് യാത്ര ചെയ്ത ആദ്യത്തെ പ്രസിഡന്റുമാര് തന്നെയാണ് നമ്മുടെ കറണ്ട് പ്രസിഡന്റ് ദ്രൗപദി മുർമു തന്നെയാണ്. ഇപ്പോ റാഫേൽ ജെറ്റിലും യാത്ര ചെയ്തിരുന്നു. സോ ഇന്ത്യയുടെ 2 ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2 ഫൈറ്റർ ജെറ്റിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. GI ടാഗ്ഡ് ഇന്ത്യ GI ടാഗ്ഡ് ലൈംസ് ഫസ്റ്റ് ടൈം ആയിട്ട് ആദ്യമായിട്ട് UK-യിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ UK-യിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത ആദ്യത്തെ GI ടാഗ്ഡ് ലൈംസ് ഏതൊക്കെയാണ്? ഇൻഡി ലൈം, കർണാടകത്തിൽ നിന്നുള്ള ഇൻഡി ലൈം. അതുപോലെ തന്നെ എന്താണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള പുളിയാങ്കുടി ലൈം. ഓക്കെ, സോ തമിഴ്നാട്ടിൽ നിന്നുള്ള പുളിയാങ്കുടി ലൈമും കർണാടകത്തിൽ നിന്നുള്ള ഇൻഡി ലൈമും GI ടാഗ്ഡ് ഇത് രണ്ടും ആദ്യമായിട്ട് UK-യിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. Indian cities take top 40 sports in worst AQI ranking അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റാങ്കിങ്ങിൽ ലോകത്തിലെ സിറ്റീസ് എടുത്ത് നോക്കില്ല, ഏറ്റവും വേർസ്റ്റ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ലോകത്തിലെ സിറ്റീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 40 സ്ലോട്ട് നമ്മുടെ രാജ്യത്തെ സിറ്റീസ് തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പൊ ഏറ്റവും വേർസ്റ്റ് AQI റാങ്കിങ് ഉള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ള സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേർസ്റ്റ് AQ അല്ലെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ളത്. എത്രയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്? 830 830 മാർക്ക് ചെയ്തതിൽ ഏറ്റവും വേർസ്റ്റ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് മാർക്ക് ചെയ്ത ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റി ടോപ്പ് വന്നിട്ടുള്ളത് ഇന്ത്യയിലെ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ആണ്. സെക്കൻഡ് പൊസിഷനിൽ വന്നിട്ടുള്ളത് ഹരിയാനയിലെ സിവാനി, സെക്കൻഡ് പൊസിഷനിൽ. ആൻഡ് ഏറ്റവും ടോപ്പിൽ നിന്നിരുന്നത് ഏറ്റവും വേർസ്റ്റ് എന്ന് ക്ലൈമറ്റിക് ഏറ്റവും വേർസ്റ്റ് എയർ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഡൽഹിയുടെ ആ ഒരു സ്പോട്ടും ഒട്ടും ഒരുപാട് പിറകിലൊന്നുമില്ല, 13ാം സ്ഥാനത്ത് ഡൽഹിയും ഉണ്ട്. ഓക്കെ, സോ ഡൽഹിയുടെ സ്പോട്ട് 13 ഉണ്ട്. ഏറ്റവും ടോപ്പ് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ഉണ്ട്. ആൻഡ് സെക്കൻഡ് വേർസ്റ്റ് ആയിട്ടുള്ളത് ഹരിയാനയിലെ സിവാനി. സോ പവർ എഗ്രിമെന്റ് റീസെന്റ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് പവർ എഗ്രിമെന്റ് ചെയ്തത്? നമ്മുടെ ഇന്ത്യയുടെ പവർ ഗ്രിഡ് കോർപ്പറേഷനും മറ്റൊരു രാജ്യത്തിന്റെ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുമായിട്ട് റീസെന്റ് ഒരു 400 കിലോവോട്ടിന്റെ ട്രാൻസ്മിഷൻ ലൈൻ, ക്രോസ് ബോർഡർ ട്രാൻസ്മിഷൻ ലൈനിന് വേണ്ടിയിട്ടുള്ള MOU സൈൻ ചെയ്തു. ആരൊക്കെയാണ്? ഇന്ത്യയും നേപ്പാളും കൂടിയിട്ട് 400 കിലോവോട്ടിന്റെ ക്രോസ് ബോർഡർ ട്രാൻസ്മിഷൻ ലൈന് വേണ്ടിയുള്ള MOU റീസെന്റ് സൈൻ ചെയ്തു. ഇന്ത്യയും നേപ്പാളും ചേർന്നിട്ട് സൈൻ ചെയ്തു. അപ്പൊ ഇന്ത്യയുടെ പവർ ഗ്രിഡ് കോർപ്പറേഷനും നേപ്പാളിന്റെ നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയും കൂടെ ചേർന്നിട്ട് MOU സൈൻ ചെയ്തു. അപ്പൊ നമ്മുടെ RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ AZB അക്കാഡമിയോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ RRB NTPCക്ക് വേണ്ടി നമ്മളൊരു കംപ്ലീറ്റ് ബാച്ച് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാച്ചിന്റെ കൂൾ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന
സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ ഉറപ്പിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് നോക്കാം. Cochin Port BPCL Inc. MOU to set up 500 crore LNG bunkering facility. അപ്പൊ നമ്മുടെ കൊച്ചി പോർട്ടില് LNG bunkering facility സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. അതിനുവേണ്ടി ആരുമായിട്ട് ചേർന്നിട്ടാണ് അവർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്മുടെ കൊച്ചിൻ പോർട്ടും ചേർന്നിട്ട് ഒരു LNG ബങ്കറിംഗ് ഫെസിലിറ്റി എന്താണ്? ഈ LNG ഷിപ്പുകളിൽ റീഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബങ്കർ സെക്ഷൻ. അപ്പൊ അത് നമ്മുടെ കൊച്ചിൻ പോർട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ്? 500 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്. അപ്പൊ കൊച്ചിൻ പോർട്ടും BPCL കൂടി അതിന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ UP ഗവൺമെന്റിന്റെ ഉത്തർപ്രദേശിന്റെ 76ാമത്തെ ഡിസ്ട്രിക്ട്, 76ാമത്തെ ജില്ല ഏതാണ്? കല്യാൺ സിംഗ് നഗർ. UPയുടെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള 2 തവണ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കല്യാൺ സിംഗിന്റെ അദ്ദേഹത്തിനെ ഓണർ ചെയ്യാനായിട്ട് UPയുടെ 76ാമത് സ്റ്റേറ്റ് ഏതാണ്? 76ാമത് ഡിസ്ട്രിക്ട് ഏതാണ്? കല്യാൺ സിംഗ് നഗർ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. So Ministry of Coal to launch Koyala Shakti. അപ്പൊ Koyala Shakti എന്താണ്? ഒരു കോൾ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം അനലൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇപ്പൊ മിനിസ്ട്രിയിൽ നിന്നുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റ് കോൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക. അതിന്റെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ഒക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് കൊയല ശക്തി. അപ്പൊ ആരാണ് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് കോൾ കൊയല ശക്തി ഡാഷ്ബോർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. So passenger vessel Sindhu complete first voyage to India's only active volcano. അപ്പൊ ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ ആൻഡമാൻ ഐലൻഡിലുള്ള ആൻഡമാൻ സീയിലുള്ള ഏതാണ്? ബാരൻ ലാൻഡ് ആണ് ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. ബാരൻ ഐലൻഡ് അല്ലേ? സോ ബാരൻ ഐലൻഡ് ആണ് ഇന്ത്യയിലെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കനോ. അവിടേക്ക് നമ്മുടെ പാസഞ്ചർ വെസൽ ആയിട്ടുള്ള സിന്ധു അവിടെ ഫസ്റ്റ് വോയേജ് ആണ്. ഇവിടത്തേക്കുള്ള ആദ്യത്തെ വോയേജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ്? ബാരൻ ഐലൻഡിലേക്കുള്ള ഫസ്റ്റ് വോയേജ്. പാസഞ്ചർ വെസൽ ഏതാണ് യാത്ര നടത്തിയത്? പാസഞ്ചർ വെസൽ സിന്ധു അവിടേക്കുള്ള ഫസ്റ്റ് വോയേജ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ ടൂറിസം ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഒരു മെയ്ഡൻ വോയേജിൽ ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങോട്ടേക്കാണ്? ഇവിടുത്തെ ആക്റ്റീവ് വോൾക്കാനുള്ള ബാരൻ ഐലൻഡിലേക്കായിരുന്നു പാസഞ്ചർ വെസലായ സിന്ധു അതിന്റെ ഫസ്റ്റ് വോയേജ് നടത്തിയത്. സോ വെറ്ററൻ പീയൂഷ് പാണ്ഡെ ആരാണ്? ഈ ഒരു അഡ്വർടൈസ്മെന്റ് സെക്ടറിലൊക്കെ ഒരു ക്രിയേറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പരസ്യ രംഗത്തെ ഒരു അധികായൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം റീസെന്റ് അന്തരിച്ചു. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കാഡ്ബറീസ് പോലുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ അതിന്റെയൊക്കെ ക്രിയേറ്റർ ക്യാമ്പയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. സോ പീയൂഷ് പാണ്ഡെ ഐക്കോണിക് ക്യാമ്പയിൻസിന്റെ ഒക്കെ ക്രിയേറ്റർ പീയൂഷ് പാണ്ഡെ അന്തരിച്ചു. ആൻഡ് മാതങ്കി രാമകൃഷ്ണൻ ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്. മാതങ്കി രാമകൃഷ്ണൻ പ്ലാസ്റ്റിക് സർജൻ, എമിനന്റ് സർജൻ ആയിട്ടുള്ള മാതങ്കി രാമകൃഷ്ണൻ. ബേൺ യൂണിറ്റ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ മാതങ്കി രാമകൃഷ്ണനാണ്. അപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജൻ റീസെന്റ് അന്തരിച്ചു. സോ വിജിലൻസ് അവയർനെസ് വീക്ക് എന്നാണ് ഇന്ത്യ വിജിലൻസ് അവയർനെസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്. 27 ഒക്ടോബർ മുതൽ 2 നവംബർ വരെയാണ് വിജിലൻസ് അവയർനെസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാഷണൽ യൂണിറ്റി ഡേ എന്നാണ്. ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്നാണ് ഒക്ടോബർ 31 സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഡേയും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ഈ 2 ഡേയും നമ്മുടെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ അയൺ മാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് റിലേറ്റഡ് ആണ്.
സോ യൂണിറ്റിയുടെ 560 പരം പ്രിൻസ്ലീസ് നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇന്റഗ്രേറ്റ് ചെയ്തതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നമുക്ക് ഇന്ത്യയുടെ അയൺമാൻ എന്നറിയപ്പെടുന്നത്, അല്ലെ? യൂണിറ്റി എല്ലാം കൂടെ ഒരുമിച്ച ആള്. അപ്പോൾ സോ ഇന്ത്യയുടെ യൂണിറ്റി, നാഷണൽ യൂണിറ്റി ഡേ അദ്ദേഹത്തിന്റെ ജന്മദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, October 31. അതുപോലെ തന്നെ വിജിലൻസ് അവയർനെസ് വീക്ക്, അതും അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേ ആണ്. October 27 മുതൽ November 2 വരെയാണ് വിജിലൻസ് അവയർനെസ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വിജിലൻസ് അവർ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഓക്കെ അല്ലേ? സോ അതോടുകൂടി നമ്മുടെ ഈ വീക്കിലെ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ PDF ഇതിന്റെ കൂടെയുള്ള ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ PDF എടുക്കുക, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യുക, വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്കിനി അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. താങ്ക്